എൻ്റെ പേര് സോനു ബാബു. ഇത് ആമ്പല്ലൂർ ടോൾ പ്ലാസയുടെ അടുത്താണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു കൊല്ലം 1.5 കൊല്ലം ആയി. നമ്മളാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ആദ്യമായിട്ട് തുടങ്ങിയേക്കുന്നത്. ആദ്യമൊക്കെ വളരെ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഈ GOECൻ്റെ EV ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ വന്നിട്ടുണ്ടാവുമല്ലോ, എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ വെക്കാനുള്ള ഒരു റീസൺ എന്താണ്? ഇത് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, Volkswagen AG ആണെങ്കിലും ഏത് ബ്രാൻഡുകളാണെങ്കിലും ഇപ്പോൾ IC എൻജിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പോൾ നോ മോർ ഇന്ത്യൻ കമ്പഷൻ എൻജിൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതുതന്നെയാണ് ഫ്യൂച്ചർ. EV അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഫ്യൂച്ചർ എന്നറിയാം. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഒരു കാൽവെപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മളിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു തുടക്കം എന്ന് വെച്ചാൽ നിങ്ങൾ GOECനെ ചൂസ് ചെയ്തതും അതിൻ്റെ റീസൺ എന്തായിരുന്നു, പ്ലസ് ഇതിൻ്റെ എൻറ്റയർ പ്രോസസ്സും ഇതിൻ്റെ സപ്പോർട്ടും ഇതിൻ്റെ റെസ്പോൺസസൊക്കെ എങ്ങനെയാണ് ഒരു ചുരുക്കത്തിൽ പറയാൻ പറ്റുക? GOEC ചൂസ് ചെയ്യാനുള്ള കാരണം 3-4 ബ്രാൻഡുകളുണ്ട് ഇന്ത്യയിൽ. പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്ന മോണോപ്പൊളി ആയിട്ട് GOEC തന്നെയാണ്. പിന്നെ ബെറ്റർ സർവീസാണ്. അവരെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ താരിഫും വളരെ കുറവാണ്. ചാർജ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ കാശാണെങ്കിലും പൈസയാണെങ്കിലും ഭയങ്കര പൈസ വ്യത്യാസമുണ്ട്. ഞാൻ ഫിഗേഴ്സ് പറയുന്നില്ല, പക്ഷെ വളരെ റിലയബിളാണ്. അതുകൊണ്ടാണ് മെയിൻലി സർവീസും, പിന്നെ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്താനും കാര്യങ്ങൾക്കും സർവീസ് ആണല്ലോ ആവശ്യം. എപ്പോഴും സർവീസ് ഇല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നശിച്ചു പോകുമല്ലോ. അപ്പോൾ അതാണ് മെയിൻലി ഉള്ള കാരണം. പിന്നെ ഇവിടെ ഒരു ആവറേജ് എത്ര കാർസ് ആണ് വരുന്നത്? നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഒരു 60 വാട്ടിന്റെ ഡബിൾ ഗൺ ഉണ്ട്, പ്ലസ് ഒരു ആഡ് ഓൺ ആയിട്ട് ഒരു 30 കിലോ വാട്ട് ഉണ്ട്, പിന്നെ ഒരു സ്ലോ ചാർജർ ഉണ്ട്. അപ്പം ഇത് ആഡ് ഓൺ ആയിട്ട് വരുമ്പം അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഒറ്റ ഒരു ചാർജിങ് സ്റ്റേഷൻ അല്ലാണ്ട് മൾട്ടിപ്പിൾ ചാർജേഴ്സ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. അതായത് ഇവിടെ ആദ്യം ഈ 2 ഗണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ ടോൾ പ്ലാസയുടെ അടുത്തും പ്രത്യേകിച്ച് ഹൈവേയുടെ അടുത്തായ കാരണം നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ട് നമുക്കിവിടെ. അത്യാവശ്യം ഇപ്പോൾ ഒരു 20 കാറിന് താഴെ തന്നെ ഡെയിലി വരുന്നുണ്ട്, 24 hours കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് എപ്പോഴും ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാതെ അല്ലെങ്കിൽ വേറെ സ്ലോട്ടുകൾ വെക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ അതാണ്, അങ്ങനെയാണ് നിങ്ങൾ 30 കിലോ വാട്ടും സ്ലോ ചാർജേഴ്സും കൂടെ ഫിക്സ് ചെയ്തത്. ഇനിയും എക്സ്ട്രാ കൂട്ടണമെന്നുണ്ട്, പക്ഷേ നോക്കട്ടെ, ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുമായിരിക്കാം. നിങ്ങൾക്ക് ഇവിടെ പല ലൊക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതാണോ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള? ഇത് നമ്മുടെ സ്വന്തം ലാൻഡാണ്. അങ്ങനെ ഒരു ലാൻഡ് ഇപ്പോൾ വെറുതെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനാണ്. അതെ, നമുക്കൊരു ചെറിയൊരു വരുമാനം അതിൽ നിന്ന് കിട്ടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വളരെ നന്നായിട്ട് പോകുന്നു. അത്യാവശ്യം നമുക്ക് മാറ്റിവെക്കാനുള്ളൊരു തുക തന്നെ കിട്ടുന്നുണ്ട് മാസം. അപ്പം ഫ്യൂച്ചർ EV യൂസേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ലൈക്ക് ഒരു 2 വാക്കിൽ അബൌട്ട് GOEC ആൻഡ് വൈ GOEC എന്ന് പറയുമ്പോൾ. 2 വാക്കിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഫ്യൂച്ചർ ഈസ് EV. അതിലേറ്റവും നല്ല EVയിലേക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ GOEC തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബ്രാൻഡ് GOEC തന്നെയാണ്. അതിൻ്റെ ഒരു ട്രസ്റ്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. താങ്ക് യു. ഓൾ റൈറ്റ്, താങ്ക് യു.